എല്ലാവർക്കും ഫുഡ് ബോക്സ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നാളെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഫിഷ് മാരിനേറ്റ് ചെയ്യുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും പിന്നെ ഒരു നാരങ്ങയുടെ നീരും അല്പം ഉപ്പും ഇത്രയും ചേർത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്രയും ചേർത്തിട്ട് ഞാൻ ഫിഷിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇന്ന് ഓവർനൈറ്റ് ഞാൻ വെക്കും. അങ്ങനെ ഇത് ഫിഷ് ഞാൻ മാരിനേറ്റ് ചെയ്തു. ഇനിയും ബാക്കി പരിപാടി നാളെ. ഇത് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഇനി ഞാൻ ഉള്ളി വറുത്തെടുക്കാൻ പോവാം. അപ്പം ഞാൻ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഫിഷ് ബിരിയാണി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഉള്ളി വറുത്തെടുത്തു. ഇനി അടുത്തത് ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇതിനെ കോരിയെടുക്കാൻ പോവാം. ഈ എണ്ണയിൽ തന്നെ ഞാൻ മീനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ ഒരു സെറ്റ് മീന് ഷാലോ ഫ്രൈ ആയി. ഞാനതിന് കോരി മാറ്റുവാണേ. ഏകദേശം ഞാൻ 1.5 കിലോ മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പിന്നെ നമുക്കിനി കുക്ക് ചെയ്യേണ്ടതാണല്ലോ. നമ്മൾ മീനെല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ മീൻ വറുത്ത സെയിം എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. നെയ്യും ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തത് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മസാലകൾ, അതായത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുത്തു. 2-3 ഏലക്ക, പിന്നെ സിനമൺ, ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മൂക്കട്ടെ. മൂത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് അവരവരുടെ എരിക്ക് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണേ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ പേസ്റ്റ് ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവോള സ്ലൈസസ് ആയിട്ട് അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ടിത് മൂക്കണം. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഉള്ളി നന്നായിട്ട് മൂത്തു. ഇനി ഞാൻ തക്കാളിക്ക ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ 2 തക്കാളിക്ക എടുത്തേക്കുന്നത്. ആ 2 തക്കാളിക്ക ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതും ഇരുന്നൊന്ന് മൂക്കട്ട് ഒന്ന് അടച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് ആയി വരും. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1.5 ടീസ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. കാരണം നമ്മൾ പച്ചമുളകൊക്കെ അരച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഹോൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഷാജീര ഇട്ട് കൊടുത്തു. ഞാൻ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അടുത്ത നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. അടുത്ത നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ട് ഉള്ള ഒണിയന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ
തൈര് ഒഴിച്ചു കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടം. പുളിയില്ലാത്ത തൈരായിരിക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ വൈറ്റ് കസ്കസും അണ്ടിപ്പരിപ്പും കൂടെ അരച്ച പേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിന്. അപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്ത് ഇതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടു. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മീനിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പം അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഉപ്പ് കൂടി പോകണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ തിളപ്പിച്ച വെള്ളമാണ്. തിളപ്പിച്ച വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അവരവരുടെ മസാലയ്ക്കനുസരിച്ച് മസാലയൊക്കെ ഒന്ന് വേകും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഒത്തിരി ഇട്ട് ഇളക്കരുത്, കാരണം മീൻ പൊടിഞ്ഞു പോകും. അപ്പം അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ. നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദം ചെയ്യാം. അപ്പം ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. കടായിക്കകത്തോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇനി ഓൾ സ്പൈസസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എല്ലാത്തിനകത്തും ഓൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചോറ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇനി ഇതുപോലെ ഞാൻ ദം ചെയ്യട്ടെ. ഞാൻ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി കാണും വരെ ബൈ. താങ്ക് യു.